അങ്ങനെ തുടക്കം സിനിമ കണ്ടു. ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. ജൂഡ് ആന്റണി കഥയും സംവിധാനവും, ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. ലാലേട്ടൻ്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിസ്മയ തന്നെയാണ്. കാരണം ലാലേട്ടൻ്റെ മകൾ ആദ്യമായി ബിസ്ക്രീനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സിനിമ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. അതിൻ്റെ ആ ഒരു ഇൻട്രോയിൽ ബ്ലോക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് നമുക്ക് സെക്കൻഡ് ഹാഫ് കാണാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരുന്നു. ഫസ്റ്റ് ഹാഫിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് പിടിച്ചെങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് കാണാൻ നമുക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന് നിർത്തി. ഫസ്റ്റ് ഹാഫിനകത്ത് വിസ്മയുടെ വലിയ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ വിസ്മയ ശരിക്കും പറയാം വിസ്മയിപ്പിച്ചു. എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ. നമ്മുടെ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ്. പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവൽ കേട്ടാ. പുള്ളിക്ക് ഡയലോഗ് ഒന്നുമില്ല. ഇതിൻ്റെ ക്ലൈമാക്സിൽ അവസാനത്തെ ആ ഒരു ഇതിൽ രണ്ട് ഡയലോഗുള്ളൂ. ബാക്കി മുഴുവനും പുള്ളിയുടെ പെർഫോമൻസ് ആണ്. കിഡിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഫസ്റ്റ് അഭിനയിക്കുന്നതാണെന്ന് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് തോന്നില്ല. പിന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ റോളും ആ ഒരു ഇൻട്രോയിൽ കഴിയുമ്പോഴത്തേക്കാണ് ലാലേട്ടൻ്റെ ഒരു വരവ്. ലാലേട്ടൻ്റെ ആ ഒരു ക്യാമിയോ തോന്നിട്ടുണ്ട്. കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടനും. അതുപോലെ തന്നെ വിസ്മയുടെ ഫൈറ്റ്. കാരണം ഈ വിസ്മയ മാർഷൽ ആർട്സ് പഠിച്ചതാണല്ലോ. അപ്പം അതിനെ കൂടുതലൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ പോലും ഇതിനകത്തുള്ള ആ ഒരു ചെറിയൊരു കണ്ടന്റ്, ആ കണ്ടന്റിനെ വളരെ രസകരമായ രീതിയിലാണ് ജൂഡ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 2018 എന്ന സിനിമയ്ക്ക് ശേഷമാണ് ജൂഡ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ലാലേട്ടന് ഏതാണ്ട് ഒരു 5 മിനിറ്റാണ്. 5 മിനിറ്റിൽ ലാലേട്ടനും വിസ്മയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഉള്ളത് നല്ല രീതിയിൽ നല്ല രസകരമായിട്ട് തോന്നി. ഒരു മാസ് 5 ഡയലോഗൊക്കെ ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു 2-3 ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വിസ്മയ ശരിക്കും പറഞ്ഞാൽ തകർത്തിട്ടുണ്ട് ആ ഒരു ഫൈറ്റ് സീനിൽ. മനോജ് കെന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ പോലീസുകാരൻ്റെ റോളിലാണ് എത്തുന്നത്. പിന്നെ നമ്മുടെ കോട്ടയം രമേശ്, അങ്ങനെ ഒരുപാട് താരങ്ങൾ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമ കണ്ടിറങ്ങി. വിസ്മയുടെ തുടക്കം തന്നെ ഗംഭീരമായി എന്ന് വേണം പറയാൻ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെയും നമ്മളെ നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്യിച്ചതിനാണ് സിനിമ കൊണ്ടുപോകുന്നത്. വലിയ ബോറോ ലാഗടിയോ ഒന്നും എവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ഫൈറ്റ് സീനിലൊക്കെ ഉള്ള ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഹെവി ആട്ടോ. അത് ശരിക്കും 1-2 സീനിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്ത് ഈ വിസ്മയുടെ ആ ഫൈറ്റ് കാണുമ്പോഴത്തേക്കും. വിസ്മയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യത്തിൽ. നല്ല രീതി ചെയ്തു. പിന്നെ നമ്മുടെ സായികുമാർ ഒരു വില്ലേജ് ഓഫീസറാണ്. നമ്മുടെ വിസ്മയുടെ ഫാദറായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഈ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷണലി നമുക്ക് സിനിമ നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ വിസ്മയുടെ ആ ഇമോഷണൽ രംഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വലിയൊരു എക്സ്പ്രഷൻ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും തുടക്കക്കാരി എന്നതിൽ വെച്ച് നോക്കുകയാണെന്നെങ്കിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വശങ്ങൾ ഇതിൻ്റെ ഡയറക്ഷൻ വശങ്ങളാണെങ്കിലും കൊള്ളാം. അതുപോലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ, മൊത്തത്തിൽ എല്ലാം കൊണ്ടും നന്നായിട്ട് ചെയ്തു. എനിക്ക് ടോട്ടലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും കൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അപ്പോൾ വിസ്മയുടെ തുടക്കം ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. വിസ്മയിപ്പിച്ചു എന്ന് വേണം പറയാൻ ഒറ്റ വാക്കിൽ. അപ്പം അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇന്ന് DC സിനിമ ഉണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവർക്കും